ഇന്നത്തെ വചനചിന്ത ദൈവപ്രവൃത്തി കാണുവാൻ. താങ്കളുടെ വിഷയത്തിനകത്ത് ദൈവം നിശബ്ദനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, താങ്കൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തിന് നടുവിലും പരിഹാരം നൽകുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുക. കാരണം ദൈവത്തിൻ്റെ നിശബ്ദത താങ്കളുടെ പ്രശ്നത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തി നടക്കുവാൻ വേണ്ടിയാണ്. വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അസാധാരണമായ മഹത്വം മറുപടി വെളിപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ശൂന്യമായ പത്രോസിൻ്റെ പടകിൽ കർത്താവ് യേശു ക്രിസ്തു കയറിയെന്നറിഞ്ഞപ്പോൾ പിന്നീട് ലോകമറിഞ്ഞത് പത്രോസിൻ്റെ ശൂന്യതയല്ല, പത്രോസിൻ്റെ പരാജയമല്ല, മറിച്ച് പടകിനകത്ത് വെളിപ്പെട്ട ദൈവപ്രവൃത്തിയുടെ നിറവത്രയും. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, പരാജയപ്പെട്ടിരിക്കുന്ന താങ്കളുടെ ശൂന്യമായ പടകിനെ കർത്താവ് യേശു ക്രിസ്തുവിനെ കയറുവാൻ അനുവദിച്ചാൽ പിന്നീട് ലോകം കാണുന്നത് ദൈവപ്രവൃത്തി സംഭവിച്ച നിറവാകുന്നു. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. തിരുവചനം വിളിച്ചു പറയുന്നു, നീ വെള്ളത്തിലൂടെ കടക്കുമ്പോൾ താഴ്ന്നു പോവുകയില്ല, നദിയിലൂടെ കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല, തീയിലൂടെ നടക്കുമ്പോൾ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്തെന്നാൽ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിന്നെ സൃഷ്ടിച്ചവൻ നിൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്തിനു ഭയപ്പെടണം? അസാധ്യതകളുടെ നടുവിൽ ശൂന്യമായ പത്രോസിൻ്റെ പടകിനെ നിറയ്ക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ, പടകിനെ നിറച്ച കർത്താവ് യേശു ക്രിസ്തുവിനെ പത്രോസ് കണ്ടുവെങ്കിൽ, യേശുവിൻ്റെ വാക്ക് പത്രോസ് വിശ്വസിച്ചുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്തും കർത്താവിൻ്റെ വാക്ക് വിശ്വസിക്കുവാൻ തയ്യാറാകണം. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ശൂന്യമായ വലയെ നിറച്ച യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്, നീ പോയി ചൂണ്ടലിടുക. ആദ്യം കിട്ടുന്ന മീനിൻ്റെ വായിൽ ചതുർദ്രഹ്മ പണമുണ്ട്, അത് എടുത്ത് എനിക്കും നിനക്കും കരമടയ്ക്കുക. പത്രോസ് അതുപോലെ ചെയ്തപ്പോൾ ദൈവം ഒരുക്കിയ കരുതൽ പത്രോസിൻ്റെ കരത്തിൽ ലഭിച്ചതുപോലെ നാം ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ, ദൈവം പറയുന്ന ശബ്ദം കേട്ട് പ്രവർത്തിപ്പാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ വാക്കിന് സാഹചര്യം നോക്കാതെ ചലിക്കുവാൻ തയ്യാറായാൽ, ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി കർത്താവ് ഒരുക്കിയ കരുതൽ താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടും. സാഹചര്യം കണ്ട് മനുഷ്യർ പറയുന്ന വാക്കുകൾ കാര്യമാക്കേണ്ട. വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയുക. വിശ്വാസത്തിൻ്റെ വാക്ക് നാം പറഞ്ഞാൽ അവയെ പൂർത്തീകരിക്കുന്ന ദൈവമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്ക് കാര്യമാക്കുക. യായിറോസിൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന ആൾക്കാർ പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, മകൾ മരിച്ചുപോയി. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, അവൻ പറഞ്ഞ വാക്ക് കാര്യമാക്കേണ്ട. ആ വാക്ക് വിശ്വസിച്ച് യായിറോസ് ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടുവെങ്കിൽ, തൻ്റെ കണ്ണാൽ കണ്ടുവെങ്കിൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ ആ മഹത്വം അനുഭവിച്ചുവെങ്കിൽ, താങ്കളുടെ ജീവിതത്തിൽ മനുഷ്യരുടെ വാക്ക് കാര്യമാക്കാതെ ദൈവത്തിൻ്റെ വാക്ക് കാര്യമാക്കുക. തിരുവചന പ്രകാരം വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ വാക്ക് കാര്യമാക്കുന്ന ഏവർക്കും ഞാൻ ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ നടപ്പിൻ. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. താങ്കളുടെ വാഗ്ദത്തത്തിനെതിരെ ആരെല്ലാം അതിരിട്ടാലും വിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ മനുഷ്യർ അതിരിട്ട അതിരിനെ ദൈവം വിസ്താരമാക്കും. എബേസിൻ്റെ അതിരിനെ ദൈവം വിസ്താരമാക്കിയതുപോലെ, എബേസിൻ്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി ദൈവം ശ്രേഷ്ഠമായി എബേസിനെ അനുഗ്രഹിച്ചതുപോലെ വചനം ശ്രവിക്കുന്ന താങ്കളെ ദൈവം അനുഗ്രഹിക്കും. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ മാനുഷികമായ കരങ്ങൾ നമ്മെ ഉപേക്ഷിക്കും. മനുഷ്യരുടെ കരം കൈവിടുമ്പോൾ, പ്രശ്നങ്ങളുടെ നടുവിൽ കൈവിടാതെ കരം പിടിച്ചുയർത്തുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. താഴ്ചയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ, ക്ഷീണിച്ചു പോകുമ്പോൾ, മടുത്തു പോകുമ്പോൾ, പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ കർത്താവ് കൂടെ വരും, നമുക്കായി പ്രവർത്തിക്കും, പുതുവഴികളെ തുറക്കും. ഈ നാളുകൾ കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് കാൽച്ചുവടുകൾ വയ്ക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും.
ദൈവപ്രവൃത്തി കാണുവാൻ, കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.